നമുക്കിന്നൊരു വടക്കേ ഇന്ത്യൻ പലഹാരം ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റാണ്. വടക്കേ ഇന്ത്യക്കാരുടെ ഒരു പ്രധാന ഭക്ഷണമാണ്. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ വെളിച്ചെണ്ണയും ഉപ്പും കൂടി ആ പൊടിയിലേക്കൊന്ന് തിരുമ്മി ചേർത്തതിന് ശേഷം നമ്മൾക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച്, നോർമൽ വാട്ടറാണ്, കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾക്ക് ചപ്പാത്തി, അതുപോലെ ഗോതമ്പ് ചപ്പാത്തി, അതുപോലെ ഗോതമ്പ് ദോശ, അതുപോലെ ഗോതമ്പിൻ്റെ മറ്റ് വിഭവങ്ങളൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഒരു വെറൈറ്റി പലഹാരമാണിത്. വളരെ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെയും നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണല്ലോ ഇത്. ഇത് നമ്മൾക്ക് ഏത് സമയം വേണം, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഷുഗർ, കൊളസ്ട്രോള് അങ്ങനെ ഒക്കെ അരിയാഹാരം കഴിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും നമ്മൾ എന്തോരം നന്നായിട്ട് കുഴയ്ക്കുന്നുവോ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടുമല്ലേ. ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. വളരെ എളുപ്പമാണ്. ഈ ചപ്പാത്തി ഇങ്ങനെ കുഴയ്ക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു വിഭവമാണ്. ഇനി ഞാൻ ആ കുഴച്ച മാവ് ഒന്ന് പരത്താൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് കട്ടിയാകരുത്, അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് തിന്നുമായി പോകരുത്. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല മാവ്. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തു. ഇനി നമുക്ക് ഒരു ഗ്ലാസ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. കുഞ്ഞി ചപ്പാത്തി പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലായിടത്തും ഞാൻ ഷേപ്പാക്കി എടുത്തു. ഇനി നമുക്ക് അതിൽ നിന്നും അത് വേർതിരിച്ചെടുക്കാം. ബാക്കി വരുന്ന പൊടി നമ്മൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഉരുട്ടി പരത്തി ഈ ഒരു ഷേപ്പിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒട്ടും പൊടി നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. അതിനുശേഷം നമ്മൾക്ക് ഓരോന്നും എടുത്ത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ അപ്പുറവും ഇപ്പുറവും യോജിപ്പിച്ച്, സൈഡും ഇങ്ങനെ യോജിപ്പിച്ച് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. ഒരു ഫ്ലവർ പോലെ കണ്ടോ, ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ നമ്മൾക്ക് യോജിപ്പിച്ച് ഈ ഒരു രീതിയിൽ ഓരോന്നും വേർപെടുത്തി നമുക്ക് അങ്ങനെ ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. ഉണ്ടോ? അങ്ങനെ നമുക്ക് എല്ലാം കുട്ടിച്ചപ്പാത്തിയും എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് അതിനായിട്ടൊരു കറി ഉണ്ടാക്കാം. കറിയല്ല, ഒരു സാമ്പാർ പോലെ ഉണ്ടാക്കാം നമ്മൾക്ക്.
അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പോളം പരിപ്പ് വേവിച്ചെടുത്തതാണിത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് പച്ചക്കറി, ഒത്തിരി പച്ചക്കറിയൊന്നും എൻ്റെ അടുത്തില്ലായിരുന്നു, കുറച്ച് ടൊമാറ്റോ, അതുപോലെ തന്നെ കുറച്ച് കോവയ്ക്ക, അതുപോലെ തന്നെ കുറച്ച് സവോള, അത്രയും ഇട്ട് കൊടുത്തു. ഇതുകൊണ്ട് നമുക്കൊരു സാമ്പാർ പോലെ ഉണ്ടാക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു പാത്രം വെച്ച്, ഇതുപോലത്തെ ഒരു കുഴിയുള്ള പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ കുക്കർ അടച്ച് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം ചാടിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട്, പുറത്ത് വെള്ളം തൂകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രം വെച്ച് കൊടുത്താൽ ഒട്ടും വെള്ളം പുറത്ത് ചാടിപ്പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടിപ്പാണിത്. അപ്പോൾ അത് വേകുവാനായിട്ട് ഞാൻ വെച്ചു. അത് വെന്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്ന് നോക്കി. കണ്ടോ, ഇപ്പം നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ആ പാത്രം എടുത്ത് മാറ്റി. ഒട്ടും തന്നെ തിളച്ച് ചാടിയില്ല കേട്ടോ. ഞാൻ അതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി ചതച്ചിട്ട്, എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് വെളുത്തുള്ളി അങ്ങ് ചതച്ചൊഴിച്ചു. കുറച്ച് വെള്ളം കൂടി വേണമായിരുന്നു. 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു. കണ്ട, നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണമായിരുന്നു. മൊത്തം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. വെന്ത് വന്നപ്പോഴതങ്ങ് കുറുകിപ്പോയി, അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി പിഴിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം വാളംപുളി വെള്ളത്തിൽ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അതും കൂടി ഒഴിച്ച് കൊടുത്തു. നമ്മുടെ സാമ്പാറിന് ഒരു പുളി വേണമല്ലോ. ഉപ്പ് ഇച്ചിരി കുറവ് പോലെ എനിക്ക് തോന്നി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു നുള്ള് കായപ്പൊടി, സാമ്പാർ പൊടിക്ക് കായം ഉണ്ടെങ്കിൽ തന്നെയും സാമ്പാറിന് ഇച്ചിരി കായം മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. സാമ്പാറിന് ഏറ്റവും ടേസ്റ്റ് നൽകുന്ന സാധനമാണ് മല്ലിയില. അതുപോലെ തന്നെ വേറൊരു ടിപ്പും കൂടിയുണ്ട് സാമ്പാറിന് ടേസ്റ്റ് കൂടാനായിട്ട്. ഇച്ചിരി നെയ്യ്, 1 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ സാമ്പാർ നല്ല ടേസ്റ്റാണ്. 1 ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എല്ലാം കൂടി. ഇനി ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ അത് തിളച്ച് തുടങ്ങി, ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് കൊണ്ടുള്ള ആ ഫ്ലവർ പോലെ ഉണ്ടാക്കി വെച്ചില്ലേ കുട്ടിച്ചപ്പാത്തി, അത് നമ്മൾക്ക് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അതെല്ലാം നമ്മൾക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തിളച്ച സാമ്പാറിൽ കിടന്ന് നമ്മളുടെ പൊട്ടിച്ചപ്പാത്തി നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറൊക്കെ വെന്ത് കിട്ടും നമുക്ക്. അതിനകത്ത് ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ കൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമ്മൾ അടച്ച് വെച്ച് വേവിക്കരുത്, ജസ്റ്റ് അതിൻ്റെ അടപ്പെടുത്ത് ഒന്ന് മൂടി വെച്ചാൽ മതി.
ഒരു 5 മിനിറ്റ് അതങ്ങനെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. നമ്മളുടെ വിഭവങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എരിവും പുളിയും അതുപോലെ ആ സാമ്പാറിൻ്റെ എല്ലാം നമ്മളുടെ ആ വിഭവത്തിൽ പിടിച്ചിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. തിളച്ച സാമ്പാറിലേക്കല്ലേ നമ്മളിട്ട്. വളരെ ടേസ്റ്റാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾക്കത് മറ്റേ അടുപ്പയിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മൾക്കൊന്ന് താളിച്ച്, ഉള്ളി താളിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണമല്ലോ. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവായും പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഞാനൊരു 3 ഉണക്കമുളക് ചെറുതായിട്ട് നുറുക്കിയിട്ടു. അതോടൊപ്പം തന്നെ ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 2 തണ്ട് വേപ്പിലയും ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ കുക്കറ് ഈ അടുപ്പയിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ താളിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ വിഭവം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. കണ്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മളുടെ വടക്കേ ഇന്ത്യൻ വിഭവം ഉണ്ടോ. ഇങ്ങനെ ആ ചാറും ആ കഷ്ണവും എല്ലാം കൂടി ചേർത്ത് കോരി ഒരു പാത്രത്തിൽ, ചെറിയൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് കഴിക്കാം. ചാറും കഷ്ണങ്ങളും കൂട്ടിച്ചേർത്ത് വേണം കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് ടോൺസിന് കൊടുക്കുകയാണ്. ടോൺച്ചൻ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ടോൺച്ചാന്ന് ചോദിച്ചപ്പോൾ വളരെ സൂപ്പറാണെന്ന് പറയുകയാണ് ടോൺച്ചൻ കഴിച്ചിട്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്?